ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഈ അടുത്ത് കുറച്ച് മെസ്സേജുകളും മെയിലും വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു സ്കിൻ കെയർ റുട്ടീൻസിനെ കുറിച്ചിട്ടും മേക്കപ്പിൻ്റെ എന്തൊക്കെ പ്രൊഡക്റ്റുകളാണ് യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടും ഒക്കെ. അപ്പോൾ അതൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നുള്ളത്. ഇവിടെയാണ് ഞാൻ എൻ്റെ സ്കിൻ കെയർ ചെയ്യുന്നതും മേക്കപ്പ് ചെയ്യുന്നതും ഒക്കെ. ഇത് ഞാൻ എൻ്റെ ബെഡ്റൂമാണ്, ബെഡ്റൂമിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഞാൻ സ്കിൻ കെയറിന് യൂസ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ സ്കിൻ ആദ്യം നല്ല പോലെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. ഇതാണ് ബോഡി ഷോപ്പിൻ്റെ വൈറ്റമിൻ ഇയുടെ മോയ്സ്ചറൈസർ. അപ്പോൾ രാവിലെ ഞാനൊന്ന് ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വന്നിട്ട് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും. അത് മാത്രമാണ് ഞാൻ ഇടുന്നത്. വേറെ ഒരു കാര്യങ്ങളും ഒന്നും ഫേസിലൊന്നും അപ്ലൈ ചെയ്യാറില്ല കേട്ടോ. പിന്നെ പുറത്തോട്ട് പോവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് ബോഡി ഷോപ്പിൻ്റെ ആണ്, ഇതും ബോഡി ഷോപ്പിൻ്റെ തന്നെയാണ് കേട്ടോ. ഇത് ഞാൻ ബോഡി ഷോപ്പിൻ്റെ തന്നെ ഒരു സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ ആദ്യം എൻ്റെ ഫേസ് ഒന്ന് ക്ലീൻ ആക്കട്ടെ. സ്വിസ് ബ്യൂട്ടിയുടെ ക്ലീൻ ആൻഡ് ഗ്ലോ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇതാണ് ഞാൻ എപ്പോഴും എടുക്കുന്നത്. എൻ്റെ മേക്കപ്പ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ ഫേസ് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും ഫേസ് ടിഷ്യൂസ് ഉണ്ട്, അത് വേണമെങ്കിൽ നമുക്ക് അത് എടുക്കാം. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് മേടിക്കുന്നത് കേട്ടോ. ഒരു വെറ്റ് വൈപ്സ് ആണ് കേട്ടോ അത്. അപ്പോൾ നമ്മളുടെ ഫേസിലൊക്കെ എന്തെങ്കിലും അഴുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ലപോലെ തുടച്ചത് മാറ്റണം ആദ്യമേ. ഓക്കെ, ഇപ്പം എൻ്റെ ഫേസ് ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഞാൻ മേക്കപ്പ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരാം. വളരെ കുറച്ച് ഇത് യൂസ് ചെയ്യുള്ളൂ സൺസ്ക്രീൻ. ഇതൊന്നിങ്ങനെ ബേസാക്കി കൊടുക്കുക. ഇതിപ്പോൾ രാവിലെ ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇല്ലെങ്കിൽ നമ്മൾ അതൊന്നും അപ്ലൈ ചെയ്യുക. പിന്നെ ഞാൻ പ്രൈമർ ഇടുന്നതിൻ്റെ കൂടെ അതും ഉണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇത് മതിയാവും കേട്ടോ. ഈ സൺസ്ക്രീനിന് അങ്ങനെ വലിയ എന്താ പറയുക, ഒരു വൈറ്റ് കാസ്റ്റ് അങ്ങനത്തെ പരിപാടികളില്ല. പിന്നെ ഒരു ഗ്ലോയും തരും, ഫേസിന് നല്ല പോലെ ഗ്ലോ തരുന്ന ഒരു സൺസ്ക്രീനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്തോട്ട് പോകുമ്പം ഇത് മാത്രം അപ്ലൈ ചെയ്ത് പോയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കണ്ണിലോട്ടൊക്കെ ഇങ്ങനെ വിയർപ്പൊലിച്ചൊക്കെ ഇറങ്ങിയാൽ ചിലപ്പോൾ കണ്ണിരിക്കും. അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഇതിന്. കണ്ടോ, അങ്ങനെ അധികം വൈറ്റ് കാസ്റ്റ് കാര്യങ്ങളൊന്നുമില്ല ഇതിന്. നമ്മുടെ കഴുത്തിലും ഒക്കെ കൂടി നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. ഇതിനൊരു ഒരു ഒരു ഗ്ലോ തരുവേ ഈ സൺസ്ക്രീന്. മേക്കപ്പ് ഇടുമ്പോൾ നമ്മൾ എപ്പോഴും ബേസ് കോട്ട് കൊടുക്കണം എന്തായാലും. ഇത് കണ്ടോ, ഇതാണ് ഞാൻ ഫസ്റ്റ് അപ്ലൈ ചെയ്യുന്ന സാധനം കേട്ടോ. അപ്പോൾ ഈ പ്രൈമർ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ആദ്യം ഫുള്ളൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അതല്ല, ഈ പ്രൈമറും ഫൗണ്ടേഷനും കൂടി മിക്സ് ചെയ്തും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ സാധാരണ എല്ലാവരും അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പം ഞാൻ ഈ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്ന അത്രയും ഭാഗം ഞാൻ ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഒരു കുറച്ചെടുത്താൽ മതിയേ. നമ്മുടെ സ്കിന്നിൻ്റെ കളറ് ഫൗണ്ടേഷൻ ഇതും മാക്കിൻ്റെ പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ. അപ്പോൾ ആദ്യം നമുക്ക് എല്ലായിടത്തും കുറച്ചൊന്ന്, ഇതിനൊരു ഗ്ലിറ്റർ എഫക്റ്റ് ഉണ്ട് കേട്ടോ. ഈ ഒരു ഇതിന് പ്രൈമറിന് കുറച്ചും കൂടി വേണം. ഇനി ഈ പ്രൈമറും ഇതും കൂടി ഞാനിങ്ങനെ മിക്സ് ചെയ്യും കണ്ടോ. ഫൗണ്ടേഷനും കൂടി ഇങ്ങനെ മിക്സ് ചെയ്യും. എന്നിട്ട് ഇവിടെ ഇങ്ങനെ അപ്ലൈ ചെയ്യും. ഞാൻ ആദ്യം ഈ സാധനം ഒന്ന് ഇടട്ടെ കേട്ടോ. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ എനിക്കെൻ്റെ ഹെയർ എല്ലാം കൂടി പുറത്തോട്ട് വന്ന് മാതിരി ഇരിക്കും. ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു പാലറ്റാണ് കേട്ടോ ഇത്. ഹുദ ബ്യൂട്ടിയുടെ പാലറ്റാണ് ഇത്. നമുക്കിവിടെ കിട്ടും കേട്ടോ, നമ്മുടെ മിൻട്രയിലൊക്കെ മേടിക്കാൻ കിട്ടും ഈ ഐറ്റം.
ഇതിൽ ഏറ്റവും കൂടുതൽ ഞാൻ അപ്ലൈ ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് കാണാം, ഈ ഒരു കളറാണ് ഏറ്റവും കൂടുതൽ. ഇതൊരു ഓറഞ്ച് ഷെയ്ഡാണ്. ഇതാണ് ഞാൻ ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്തേക്കുന്നത്. ഇതും ഈ ഒരു കളറും ഇതുമാണ് ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ നമ്മൾ ഈ ഡ്രസ്സിൻ്റെ മാച്ചിനായിട്ട് ചെയ്യുമ്പോൾ ഒരു പിങ്ക് ഷെയ്ഡും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാവേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഐ ഷാഡോ എന്ന് പറയുന്നത്. ഇത് നൈക്കയുടെ ഒരു ഐബ്രോസിൻ്റെ ഒരു പൗഡർ ഫോമിലുള്ള ഒരു ഇതാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്ത് ഇതിൻ്റെ പേരൊക്കെ മാഞ്ഞു പോയി. ഇത് കണ്ടോ, ഇതിനകത്ത് ഇങ്ങനെ ഇത് കണ്ടോ, ഇങ്ങനെ ഒരു ബ്രഷ് ഉണ്ടാവും, പിന്നെ ഇങ്ങനെ 3 കളേഴ്സ് ഉണ്ടാവും. ഈ 2 കളറാണ് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ലാക്മിയുടെ ഐലൈനറാണിത്. ലാക്മി അബ്സല്യൂട്ട് ആണെന്ന് തോന്നുന്നു. ഡാൻസ് കളിക്കുന്നത് കൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനിങ്ങനെ എപ്പോഴും വാലിട്ടിട്ടാണ് കണ്ണെഴുതാറുള്ളത്. അപ്പോൾ ദേ ഇത്രയേ ഉള്ളൂ കണ്ണെഴുതൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. ഇപ്പം ഞാനിങ്ങനെ സെൻറ്ററിൽ നിന്ന് വാല് മാത്രം ഇട്ടിട്ടാണ് കൊടുത്തേക്കുന്നത്. ഇത് മാക്കിൻ്റെ തന്നെ നമ്മൾ ഐലൈനറാണ് കേട്ടോ. ഇത് ഞാൻ യൂസ് ചെയ്യാറുണ്ട് കണ്ണിൻ്റെ താഴെയായിട്ടാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പം ഇത് നമുക്ക് ചുമ്മാ വേണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് എഴുതി കൊടുക്കാം. അതും ഞാൻ ഹാഫായിട്ട് എഴുതാറുള്ളൂ കേട്ടോ, മുഴുവനും വരുന്ന പോലെ എഴുതാറില്ല. ഇതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഉണ്ടല്ലോ ഇതിൻ്റെ ഈ ഐ ഷാഡോയിൻ്റെ കുറച്ച് കളറും ഇതിൻ്റെ താഴെ കൊടുക്കാം കേട്ടോ. താഴെ എഴുതുന്ന കൺമഷി ആണെങ്കിലും ഐലൈനേഴ്സ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് അതിൻ്റെ പുറത്ത് ഒരു പൗഡർ കോട്ടിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അധികം പരക്കാതെ ഇരിക്കും കേട്ടോ. ഇനി നമുക്ക് നമ്മളുടെ മസ്കാര ഇടാം. മസ്കാര എന്ന് പറയുന്നത് ബോഡി ഷോപ്പിൻ്റെയാണ് ഞാൻ മസ്കാര യൂസ് ചെയ്യുന്നത്. ഇത് വർഷങ്ങളായി, ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കുറേ നാളായിട്ട് ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഈ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളെല്ലാം എനിക്ക് സ്കിന്നിന് സേഫ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ വേറെ ആരെങ്കിലും ഇത് കണ്ട് മേടിക്കുന്നുണ്ടെങ്കിൽ തന്നെ അവരുടെ സ്കിന്നിൽ ആദ്യം അപ്ലൈ ചെയ്തിട്ട് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലല്ലോ എന്നുള്ളത് നോക്കണം. കാരണം പലരുടെ സ്കിന്നും പല മാതിരിയാണ്. ഒറ്റൊരു കോട്ടേ അപ്ലൈ ചെയ്യാറുള്ളൂ കേട്ടോ. നമുക്ക് കുറച്ചും കൂടി തിക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു കോട്ടും കൂടി നമുക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. കൺസീലർ ഞാൻ ആദ്യം യൂസ് ചെയ്തുകൊണ്ടിരുന്നിരുന്നത് മാക്കിൻ്റെ തന്നെ കൺസീലറാണ് കേട്ടോ. ഇതും യൂസ് ചെയ്യാറുണ്ട്, ഈ നാസിൻ്റെ കൺസീലറും യൂസ് ചെയ്യാറുണ്ട്. ഇതാണ് എനിക്ക് കുറച്ചും കൂടി എൻ്റെ സ്കിന്നിന് കുറച്ചും കൂടിയും എന്താണ് പറയുക നല്ല കറക്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പം ഇത് നമുക്ക് ഇവിടെ ഇടാം, ഇവിടെ ഇടാം. ഇത് മാത്രം ഇട്ടിട്ടാണ് സാധാരണ ഞാൻ മേക്കപ്പ് ചെയ്യാറ്. അതായത് നമ്മുടെ പ്രൈമർ ഇട്ടതിന് ശേഷം ഇതിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കണ്ണെഴുതി ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്താൽ ഇത് മാത്രം ഇട്ടാൽ മതി. അപ്പം മാക്സിമം നമ്മുടെ എൻ്റെ സ്കിന്നും ആ കണ്ണിൻ്റെ താഴെയുള്ള ഭാഗവും എല്ലാം കൂടി ഒന്ന് മാച്ചായി വരാറുണ്ട് കേട്ടോ. നമുക്ക് ഇവിടെയൊക്കെ ചെറിയ ബ്ലാക്ക് ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഒക്കെ കയറ്റിയിടാം കേട്ടോ. ഇനി ഈ സാധനം ഒന്ന് ലോക്ക് ചെയ്യണം. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന കോമ്പാക്ട് പൗഡർ. അപ്പം അത് നമ്മൾ ഒരു കോമ്പാക്ട് ബ്ലഷിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇടുന്ന ഒരു ബ്രഷ് എടുത്തിട്ട് ഇതിൽ നമ്മൾ എടുക്കുക, എന്നിട്ട് ഇതൊന്ന് തട്ടി കൊടുക്കുക, എന്നിട്ട് ഇതൊന്ന് ലോക്ക് ചെയ്യുക. അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഞാൻ ഗ്ലാസ് വെക്കുന്നത് കൊണ്ട് അത് ഇങ്ങനെ ഒരു പാട് വന്ന് കിടക്കാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഈ ഇട്ട അത്രയും ഭാഗം ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അടുത്ത ഐറ്റമാണ് നമ്മളുടെ ഏറ്റവും എനിക്ക് ഫേസിന് മേക്കപ്പ് ചെയ്തു എന്ന് തോന്നുന്ന ഒരു ഐറ്റമായിട്ട് വരുന്നത് ബ്ലഷ്. ഇപ്പോൾ ഭയങ്കര എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് ഈ ബ്ലഷ് എന്ന് പറയുന്നത്. ഞാൻ ആദ്യം യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇതാണ്. ഇത് ഞാൻ എൻ്റെ ദുബായ് വ്ളോഗിൽ കാണിച്ചിട്ടുണ്ട്. ഇത് ഞാൻ മേടിക്കുന്നത് കേട്ടോ.
റെവല്യൂഷൻ്റെ ആണ് ഇത് വരുന്നത് കേട്ടോ. ഞാൻ കൈകൊണ്ടാണ് കേട്ടോ അപ്ലൈ ചെയ്യാറുള്ളത്. എൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ ഇത് നമുക്ക് നന്നായിട്ട് കുറച്ച് നേരം ഒന്ന് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നുമായിട്ട് ഇത് നന്നായിട്ട് ബ്ലെൻഡായി പോകും കേട്ടോ. കാരണം നമ്മൾ ആദ്യം പ്രൈമർ ഇട്ടേക്കുന്നത് കൊണ്ടുണ്ടല്ലോ, അതിൻ്റെ അകത്ത് ഇവിടെ നന്നായിട്ട് ഇങ്ങനെ ബ്ലെൻഡായി പോയിക്കോളും. കുറച്ച് മൂക്കിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇവിടെ കുറച്ച് അപ്ലൈ ചെയ്യാം, ഇവിടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ സാധാരണ ചെയ്യുന്ന ഇത് കാണിക്കുന്നത് ഇത് കണ്ടോ, ഇതും റെവല്യൂഷൻ്റെ തന്നെയാണ്. ഞാൻ അന്ന് ഗൾഫിൽ പോയപ്പോൾ മേടിച്ചതാണ്. ഇത് ഒരു ഹൈലൈറ്ററാണ്. ഇതിടുമ്പം നമുക്ക് ജസ്റ്റ് ഇതും കൈ വെച്ച് തന്നെയാണ് കേട്ടോ ഞാൻ അപ്ലൈ ചെയ്യാറുള്ളത്. ജസ്റ്റ് ഇങ്ങനെ ഇവിടെ ഒന്ന് തൊട്ടിങ്ങനെ കൊടുത്താൽ മതി. പിന്നെ ഞാൻ മൂക്കിൻ്റെ തെറ്റത്ത് ഇടാറുണ്ട് കേട്ടോ, ഇതെനിക്കിഷ്ടമാണ്. പിന്നെ ഞാൻ ഇടുന്നൊരു സ്ഥലമാണ് ഈ ചുണ്ടിൻ്റെ ഈ മോൾ ഭാഗത്ത്. ഇത്രയാണ് നമുക്കിങ്ങനെ ഫേസ് ഇങ്ങനെ നമ്മളൊന്നിങ്ങനെ തിരിച്ചു നോക്കുമ്പോൾ നമുക്ക് ആ ഗ്ലോ അറിയാൻ പറ്റണം. ഇതാണ് അടുത്ത പ്രൊഡക്റ്റ്. ഈ ഗുർലൈൻ്റെ ഒരു ടെറാക്കോട്ട എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഇത് നമുക്കൊരു കോണ്ടോറും ബ്ലഷും ഒക്കെ കൂടി മിക്സായിട്ട് വരുന്ന ടൈപ്പ് ഒരു പ്രൊഡക്റ്റാണ്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. ഇതിനകത്ത് കണ്ടോ ഒത്തിരി കളേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്കത് ബ്ലഷായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതായത് ഇപ്പം ഞാനിപ്പോൾ ഈ സ്റ്റിക്കി ടൈപ്പ് ബ്ലഷ് യൂസ് ചെയ്തില്ലേ, അതിന് പകരം നമുക്ക് ഇത് വേണമെങ്കിൽ ചെയ്യാം. അതൊരു പൗഡർ ഫോമിലായിരിക്കും എന്ന് മാത്രം, കുറച്ച് കൂടുതൽ അപ്ലൈ ചെയ്യണം. എനിക്ക് പക്ഷേ ഇങ്ങനെ ഒരു ഗ്ലോസി ഫിനിഷിങ് ആവശ്യമുള്ള കാരണം കൊണ്ടാണ് ഞാൻ ഇത് ചെയ്തത്. അതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി അതിൻ്റെ പുറത്ത് ഹൈലൈറ്റർ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു തിളക്കം നമ്മുടെ ഫേസിന് കിട്ടും. ഇതാകുമ്പോൾ നമുക്ക് ഞാൻ ഇവിടെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത് കേട്ടോ. നമുക്ക് ജസ്റ്റ് ഇതാ ഇവിടെ ഇങ്ങനെയൊന്ന് ഞാനത് വിട്ടുപോയതാണ്. നമ്മൾ ഫേസിൽ നമ്മൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ താഴെയും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് ഒരുമിച്ച് വിടണം കേട്ടോ, ഒരേ കളറാക്കണം. എൻ്റെ കഴുത്തിലൊക്കെ അത്യാവശ്യം നല്ല ഹെയർ ഉണ്ട്. ഇതിങ്ങനെ ഒരു കട്ടിങ് കിട്ടും നമുക്ക്, ഇങ്ങനെ ഒരു ഷെയ്ഡിങ് വരും ഇവിടെ. അപ്പോൾ നമ്മളുടെ മേക്കപ്പിൻ്റെ ലാസ്റ്റാണ് ലിപ്സ്റ്റിക് ഇടൽ. സാധാരണ ഒരു ലിപ്സ്റ്റിക് ഇട്ടാൽ തന്നെ നമ്മൾ മേക്കപ്പ് ഇട്ട പോലെ ഇരിക്കും ഏകദേശം. അപ്പം ഇങ്ങനെ ഇത് സെഫോറയുടെ ഒരു എന്താ പറയുക ലിപ് ബാമാണ് കേട്ടോ. ഇതല്ലെങ്കിൽ ബോഡി ഷോപ്പിൻ്റെ ലിപ് ബാമും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഇതിട്ടിട്ട് നമുക്കൊരു ബ്രൗൺ, ഇത് ലിപ് ലൈനറാണ്. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ബസ് കഴിഞ്ഞു. ഇനി എൻ്റെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ മേക്കപ്പിന് യൂസ് ചെയ്ത ഈ ബ്രഷൊക്കെ വാഷ് ചെയ്ത് വെക്കണം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനത് എങ്ങനെ വാഷ് ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഇതിൻ്റെ അകത്ത് ഇതുപോലെ ഹാൻഡ് വാഷ് എടുത്തിട്ടുണ്ട്. ഹാൻഡ് വാഷ് എടുത്തിട്ട് ഇത് ഡെയിലി യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കഴുകാൻ എളുപ്പമാണ്. നമ്മൾ ബ്രഷ് ഞാൻ നനച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ അങ്ങ് വാഷ് ചെയ്ത് വയ്ക്കും. വേണ്ട, നല്ല ക്ലീനായിട്ട് വാഷായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നമുക്കിനി ഇവിടെ ഉണക്കാനായിട്ട് വെക്കാം കേട്ടോ. പിന്നെ ഇതൊരു മാക്കിൻ്റെയോ ബോഡി ഷോപ്പിൻ്റെയോ ഒന്നും ഒരു പെയ്ഡ് പ്രൊമോഷനും അല്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് കാണാം.